Long good morning all. Hello. Good morning, ma'am. അപ്പോ നമ്മളെന്താ കഴിഞ്ഞ ക്ലാസ്സിലെ വെന്റിലേറ്ററിന്റെ ഒരു കണ്ടിന്യൂവേഷനും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, സമയമൊന്നും കളയാതെ തന്നെ തുടങ്ങാമല്ലോ. എങ്ങനെയാ നിങ്ങളെ വായിച്ചു നോക്കിയായിരുന്നോ വെന്റിലേറ്റർ? കഴിഞ്ഞ ചാപ്റ്റർ വായിച്ചു നോക്കിയായിരുന്നോ? നോക്കി. ഓക്കെ, അപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ചാപ്റ്റർ ആണ് അല്ലെ? നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അധികം സമയം ചെലവഴിക്കേണ്ടതില്ലല്ലോ അല്ലേ? ഓക്കെ, നമ്മളപ്പോ പറഞ്ഞു നിർത്തിയത് എവിടെയാണോ നമ്മുടെ വെന്റിലേറ്ററിന്റെ അതിന്റെ റിസ്കുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ പരമാവധി സ്പീഡിൽ എടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വലിയ പ്രശ്നമില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഇനി ഒരു ലാസ്റ്റ് ഒരു പേജ് കൂടെ ഉള്ളൂ. ഇതില് പറഞ്ഞത് എന്താണ്? നമ്മുടെ റിസ്കുകൾ അല്ലെ? വെന്റിലേറ്റർ അപ്പൊ ഇതില് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്കുകൾ, ഈ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ റിസ്കുകൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് അത് ഉപയോഗിച്ചാൽ കുറെ നാളത്തേക്ക്, നീണ്ട കാലത്തേക്ക് വെന്റിലേറ്റർ മെഷീൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറെ പ്രോബ്ലംസ് ഒക്കെ രോഗിക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ടും പറഞ്ഞത് ഇൻഫെക്ഷൻ വരാം, ഇറിറ്റേഷൻ ഉണ്ടാവാം, വോക്കൽ കോഴ്സ് ഇഷ്യൂസ്, വോക്കലുമായി അത് തൊണ്ടയിലൂടെ ഒക്കെ പോകുന്നത് കൊണ്ട് അവിടെയുള്ള ശ്വാസത്തിന് അല്ലെങ്കിൽ പെയിൻ, അതൊക്കെ ആ കോഡുകൾക്ക് അല്ലെ, നമുക്ക് സംസാരിക്കാനുള്ള സ്പീക്ക് ചെയ്യാനുള്ള ഇതുകൾക്കൊക്കെ എന്താണ് അതെല്ലാം അടിച്ചമർത്തിയിട്ടാണ് ഈ ട്യൂബിനെ കയറ്റി വിടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം, പൾമണറി എഡിമ ഉണ്ടാവാം, ബ്ലഡ് ക്ലോട്ട്സ് ഒക്കെ നമുക്ക് ധാരാളം, അതായത് മൂവ്മെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടേക്ക് ബ്ലഡ് ക്ലോട്ട് ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് ഇതുകൾ നമ്മൾ പറഞ്ഞു, റിസ്കുകൾ പറഞ്ഞു. പിന്നെ കൂടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട കുറച്ച് ഭാഗം കൂടി ഉണ്ട്. അതിൽ സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ നമ്മൾ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് sedation related dementia ആണ്. This can be resulted by the sedative and many other medication provided to an individual who is on a ventilator with a breathing tube. അതായത് നമുക്കറിയാം, ഒരു ട്യൂബ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ശ്വാസം എടുക്കുന്നത്. അപ്പൊ എന്താണ് ഇതുമൂലം തന്നെ നമുക്ക് എപ്പോഴും ചിലപ്പോൾ ഈ രോഗിക്ക് ഇറിറ്റേഷൻസും ഭയങ്കര പെയിനൊക്കെ വരുന്ന സാധ്യത കൂടുതലാകുമ്പോൾ തന്നെ രോഗിക്ക് സെഡേറ്റീവ് ആയിട്ട് അല്ലെ, മയക്കത്തിനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള മെഡിസിൻസ് കൂടുതൽ കൊടുക്കുമ്പോൾ ആ പേഴ്സൺ എന്താ സംഭവിക്കുന്നത്, വെന്റിലേറ്ററിനോട് കൂടിയിട്ട് ഇങ്ങനെ ഇത് എപ്പോഴും മയക്കത്തോട് കൂടിയിട്ട് ആവുമ്പോൾ ഇത്തരം വ്യക്തികൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഡിമെൻഷ്യ അല്ലെ, അതുമായി ബന്ധപ്പെട്ട നമുക്ക് എല്ലാത്തിനും ശരീരത്തിനോട് പ്രതികരിക്കാനുള്ള ഒരു ശേഷിയുണ്ടല്ലോ, നമുക്ക് എന്ത് വരുമ്പോഴും റിയാക്ട് ചെയ്യാനുള്ള ഒരു പവർ, അത് സ്വമേധയാ മനുഷ്യനുണ്ടാകുന്നതാണ്. അപ്പൊ ഏത് നേരം മയക്കത്തിലാകുമ്പോൾ എന്താണ് വ്യക്തിക്ക് അതുമായി ബന്ധപ്പെട്ട പ്രതികരിക്കാനുള്ള ശേഷികളൊന്നും ഇല്ലാതെ സാവധാനം എന്താണ് ഒരു ഡിമെൻഷ്യ പോലെ സെഡേഷൻ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡിമെൻഷ്യ, അതായത് പ്രതികരിച്ച് നമ്മുടെ സ്വയം ബോഡി തന്നെ പ്രതികരിക്കാനുള്ള ആ ഒരു മറവി, ആ രോഗത്തിലേക്ക് കീഴ്പ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫ്ലൂയിഡ് ഓവർലോഡ്, അതിലെന്താ സംഭവിക്കാം? ദിസ് ക്യാൻ ബി കോസ്ഡ് ബൈ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ഡ്രഗ് ടോക്സിറ്റി ആൻഡ് റീനൽ ഫെയിലിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇൻഫ്യൂഷൻ ഡ്രഗ് എന്ന് പറഞ്ഞാലും ഇതേമാതിരി സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ആണ്. അപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ രോഗിയുടെ ഉള്ളില്, അതായത് നമുക്കറിയാം ഒരു കുറച്ച് സാധാരണ മനുഷ്യന് പ്രൊഡ്യൂസ് ചെയ്യുന്ന നീരും അതേപോലെ തന്നെയുള്ള ഫ്ലൂയിഡുകളെല്ലാം, അത് മനുഷ്യന് ഇത് ഇങ്ങനെ കൊടുക്കുമ്പോഴെന്താണ് അത് കൂടുതൽ ഫ്ലൂയിഡ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് ഒക്കെ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ലങ് ഇഞ്ചുറി എന്താ പറയുന്നത്, ഈ വെന്റിലേറ്റർ ക്യാൻ കോസ് ലങ് ഡാമേജ്. ദിസ് ക്യാൻ ഒക്കർ ഫോർ സെവറൽ റീസൺസ്. ഒരുപാട് റീസൺസ് കൊണ്ടാണ് ഈ ലങ് ഇഞ്ചുറി വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലങ്സ് ഇഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട മുറിവുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാൻ കാരണം എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. സാധാരണയായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ നമ്മൾ ഒരു ഇതിൽ പോയിന്റിൽ പറയുന്നത് വികസിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് വെന്റിലേറ്ററിൽ വഴി വായു എയർ കടത്തിവിടുകയും ചെയ്തു. അപ്പൊ സാധാരണ നമ്മൾ വലിച്ചെടുക്കുന്നതിനേക്കാളും കൂടുതൽ പുഷ് അല്ലെ, നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതെ തന്നെ
എന്താണ് ഇത് പമ്പ് ചെയ്ത് കടത്തിരിക്കുമ്പോൾ ഇത് വികസിക്കുന്ന ഒരു പ്രോബ്ലം. അപ്പൊ എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റിനേക്കാൾ കൂടുതൽ അപ്പുറം എയർ പ്രഷർ കയറാനായിട്ട് സാധ്യതയുണ്ട്. എയർ സീപ്പ് ഇൻ ടു സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ ഔട്ട്. പിന്നെ പ്രോസസ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് സീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുക്ക്, എയറിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് സ്പേസ് ബിറ്റ്വീൻ ലങ്സ്, നമ്മുടെ ലങ്സിന്റെ ഇടയിൽ കൂടെ. നമ്മൾക്ക് അറിയാം, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ശ്വാസം എടുക്കാതെ ഇരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം, ഒരു തടസ്സം നേരിടുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ആവി പിടിച്ച് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഇതുകളൊക്കെ ഫെയിലറോ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിന് ആ ഒരു പ്ലേസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സ്പേസ് എന്ന് പറയുന്നതാണ് ഇത് ഏത് നേരം ഫ്ലോ ആയിട്ട് പോകാനും കൂടെ ഈ സ്പേസ് എന്ന് പറയുന്നത് ഇതിനെ വികസിച്ച് കിടക്കുകയാണ്. അപ്പൊ അതിലൂടെ ഇങ്ങനെ ഈ ലങ്സിൽ ഈ ഒഴുക്ക് അത് കൂടുതൽ വരുമ്പോൾ അത് ചെസ്റ്റിനെയൊക്കെ പ്രശ്നമുണ്ടാക്കുക, അത്തരത്തിലുള്ള എന്താ പറയാ പിന്യൂമോട്രാക്സ് പോലെയുള്ള സംഭവങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ഓക്സിജൻ ടോക്സിറ്റി ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ് അല്ലെ. കൂടുതലായിട്ട് നമുക്ക് എന്താ പറയുക ശ്വാസം എടുക്കുന്നതിനേക്കാൾ കപ്പാസിറ്റിയേക്കാൾ ഒരു വെന്റിലേറ്ററിൽ സാധാരണ രീതിയിൽ എപ്പോഴും അളവിൽ തന്നെ ഓക്സിജൻ കടത്തി വിടുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരേ പ്രവൃത്തി തന്നെ ഈ മെഷീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതലായിട്ട് ചിലപ്പോൾ രോഗിക്ക് ആവശ്യത്തിക്ക് കൂടുതൽ എന്താണ് ഓക്സിജന്റെ ഒരു ഇത് ആവശ്യത്തിൽ കൂടുതൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ ടോക്സിറ്റി, അതായത് ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. അതാണ് ഈ ഓക്സിജൻ ടോക്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ടുള്ള ഓക്സിജൻ ലങ്സിൽ അധികം ഓക്സിജൻ പ്രവേശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ലങ് ഇഞ്ചുറി ആയിട്ട്, അതെല്ലാം എന്താണ് ലങ്സിന്റെ ഇഞ്ചുറി ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതായത് നമ്മൾ വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ ശ്വാസം എടുക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ കുറെ പ്രോബ്ലംസുകൾ, അതുമായി ബന്ധപ്പെട്ട റിസ്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിസ്കുകളിൽ പറയുന്ന ഒരു ഭാഗമാണ് ലങ് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്, ഫ്ലൂയിഡ് ഓവർലോഡ് ആകുന്നു, സെഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിമെൻഷ്യ. നമ്മൾക്കറിയാം വെന്റിലേറ്ററിന്റെ സഹായത്തിൽ നിന്ന് കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷം വെന്റിലേറ്റർ മാറ്റി രോഗി റിക്കവർ ചെയ്യുന്ന അവസ്ഥകളുണ്ട്. മിക്കവാറും പേഷ്യൻസിന് അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക. പക്ഷെ ഇങ്ങനെ കുറെ നീണ്ട കാലത്തേക്ക് ഈ വെന്റിലേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ബ്ലഡ് ക്ലോട്ട്സ്, പൾമണറി എഡിമ, വോക്കൽ കോഴ്സ് ഇഷ്യൂസ്, ഇറിറ്റേഷന്, ദെൻ ഇൻഫെക്ഷൻ. ഇത്തരം റിസ്കുകളാണ് നമ്മുടെ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട്, നീണ്ട നാളത്തേക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് വരാനുള്ള റിസ്കുകൾ എന്ന് പറയുന്നത്. ഡിഗ്രിയോ അന്ന വഴി ക്ലാസ് തുടങ്ങിയാലും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് ക്ലാസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഇൻവോൾവ് ആവാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ക്ലാസ് എടുത്തത്. കുഴപ്പമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? തന്നെ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നോക്കാം. എന്താണ് who attend to the patient on a mechanical ventilator. ആരാണ് എന്താണ് മെക്കാനിക്കൽ വെന്റിലേറ്റർ അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. The patients who are mechanically ventilated, care providers like the physicians, anesthesists, pulmonary specialist, physiotherapist, or respiratory therapist and nurses are liable to take care of them. ഇതെല്ലാം ഈ വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കെയർ ചെയ്യേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അതായത് ഈ വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിച്ചു എന്ന് വെച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രോബ്ലംസ്, നമ്മൾ പറഞ്ഞ ഇത്രയും റിസ്കുകളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട്. അപ്പൊ ഈ വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോ എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടോ എന്നത് അതായത് ഡോക്ടർമാര്, അതായത് ഫിസിഷ്യൻസ് അല്ലെങ്കിൽ അനസ്തേഷ്യസ്റ്റ്, പൾമണറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, ഇത്തരത്തിലുള്ള ഡോക്ടേഴ്സ് അല്ലെ സ്പെഷ്യലൈസ്ഡ് പേഴ്സൺസ് ഒക്കെ ഈ രോഗിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ് ചെയ്ത് ഇദ്ദേഹത്തെ പേഷ്യന്റിനെ പരിശോധിക്കുന്ന വ്യക്തികൾ, അതായത് നഴ്സുമാരും എല്ലാവരും തന്നെ എന്താണ് ഈ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നതിനെ കെയർ ചെയ്യേണ്ടവർ തന്നെയാണ്. Who attend to patient on a mechanical ventilator എന്നുള്ള ഭാഗത്തിൽ എന്താ പറയുന്നത്? The patient who are mechanically ventilated, അങ്ങനെ മെക്കാനിക്കലി വെന്റിലേറ്റഡ് ആണ് എങ്കിൽ കെയർ പ്രൊവൈഡേഴ്സ് ആരൊക്കെ പ്രൊവൈഡ് ചെയ്യണം? ലൈക്ക് ഫിസിഷ്യൻസ്, അനസ്തേഷ്യസ്റ്റ്, പൾമണറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് or respiratory therapist and nurses are liable to take care of them. ഇവരെല്ലാം കെയർ ചെയ്യാം അല്ലെ. ഇത്തരത്തിലുള്ള റിസ്കുകൾ നമ്മൾ നേരത്തെ കണ്ട പല റിസ്കുകളുണ്ട്. ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് നാള്
കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് എന്താണെന്ന് വെച്ചാൽ മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്താണ് അവിടെ തെറാപ്പിസ്റ്റിന്റെ ആവശ്യകതയുണ്ട്, ഫിസിക്കൽ തെറാപ്പിസ്റ്റിന്റെ ആവശ്യമുണ്ട്. അതേമാതിരി തന്നെ ഡോക്ടേഴ്സാണ് ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഈ പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു ചില രോഗങ്ങൾക്ക് വെന്റിലേറ്ററിന്റെ ആവശ്യം അത് മസ്റ്റായിട്ട് വേണ്ടി വരും. അപ്പൊ അത് ഫിസിഷ്യനാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് അത് വേണ്ടാതെ വെക്കുക, അല്ലെങ്കിൽ ഇനി ഏബിൾ ആണ് ഈ പേഷ്യന്റ് ഇനി സ്വന്തമായിട്ട് ശ്വാസം എടുക്കാനായിട്ട് ഓക്കെയാണ് എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഫിസിഷ്യൻസ് അല്ലെങ്കിൽ അനസ്തേഷ്യനും അറിയാം ഇത്രയും അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ പറഞ്ഞു ഡ്യൂറിങ് ദ ടൈമും പിന്നെ കുറച്ച് നേരത്തും കൂടി. അപ്പൊ അനസ്തേഷ്യ അത് ശ്രദ്ധിക്കണം, മനസ്സിലാക്കി വെക്കണം ഈ വ്യക്തി ഓക്കെയാണ്, ഇനി വെന്റിലേറ്ററിന്റെ പേഷ്യന്റ് ആവശ്യകതയില്ല. അപ്പൊ ഇത്തരം വ്യക്തികളെല്ലാം അതായത് ഈ രോഗീയമായ പരിചരണത്തിൽ ആവശ്യമായി വരുന്ന സ്പെഷ്യലിസ്റ്റ് പേഴ്സൺസ് നഴ്സുമാരാണെങ്കിലും കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. ഇതൊക്കെ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് ഷുവർ ആയിട്ട് ഉറപ്പ് വരുത്തേണ്ടതെന്ന് പറയുന്നത്. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി. നമ്മള് എന്താണ് അത് മെയിൻ്റനൻസ്, എക്യുപ്മെന്റിന്റെ മെയിൻ്റനൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പീരിയോഡിക്കലി നമ്മൾ എന്താ ചെയ്യണത്, ചെക്ക് ചെയ്യണം അല്ലെ. മെയിൻ്റനൻസ് ഒക്കെ വരുത്തുന്നുണ്ടെങ്കിൽ അത് ഡെയിലി, നമുക്കറിയാം ശ്വാസം എടുക്കുന്നത് ഈ മെഷീന്റെ സഹായത്തോടുകൂടിയാണ്. അപ്പൊ അതിനെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി ഭയങ്കരമായിട്ട് ആ പേഷ്യന്റിനെ എഫക്ട് ചെയ്യും അല്ലെ, പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്യണം. Obtainability of well-trained staff in the care of a patient in ventilator. വെന്റിലേറ്റർ ഉപയോഗിക്കാനായിട്ട് യോഗ്യമായിട്ട് വെന്റിലേറ്ററിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തികൾ, അത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് തന്നെയായിരിക്കണം. സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യന്റിന്റെ പ്രോട്ടോകോൾസ് നമുക്കറിയാം. ആ വെന്റിലേറ്റർ മെഷീനുമായിട്ട് ഘടിപ്പിച്ചിട്ടാണ് വ്യക്തി ശ്വാസം എടുക്കുന്നത്. അപ്പൊ ആ പൊസിഷൻസ് അതിന് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് സംസാരിക്കാനായിട്ടൊന്നും ഏബിളല്ലാന്ന് അറിയാം, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നതിന് ചില കാര്യങ്ങളൊക്കെയാണ് പ്രോട്ടോകോൾ ഉണ്ട്. അതായത് സാധാരണ രീതിയിലൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും ഈ വ്യക്തിക്ക് പറ്റില്ല. അപ്പൊ അതിൻ്റെതായ പ്രോട്ടോകോൾസ് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് ഉറപ്പുവരുത്തണം. സഫീഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സഫീഷ്യന്റ് ആയിട്ടുള്ള ഇതിനുമായി ബന്ധപ്പെട്ട റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതിന് ആവശ്യമായിട്ടുള്ള മൂലധന വസ്തുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്കറിയാം ചില സമയത്ത് മാസ്ക് ഒക്കെ നമുക്ക് നമ്മൾ പറഞ്ഞു ട്യൂബിലൂടെ ആവാം, അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിച്ചിട്ടാവാം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇൻ കേസ് ആ മാസ്ക് ചിലപ്പോ എന്താ പറയാ 2 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇന്ന എല്ലാ ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലോ അങ്ങ് മാറ്റേണ്ടത് ഉണ്ടായെങ്കിൽ അതൊക്കെ ആ സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതെല്ലാമാണ് എന്താണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നവര് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ ആയോ? നമ്മള് പ്രത്യേകിച്ച് അധികം എടുത്തൊന്നുമില്ല. തേർഡ് പോയിന്റ്, സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. ഇതല്ലേ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു. അത് നമുക്കറിയാം ഈ വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിക്കാനായിട്ട് ഫസ്റ്റ്ലി അത് ഡോക്ടേഴ്സ് തന്നെ നിർദ്ദേശിക്കും ഇത് വേണോ വേണ്ടേന്ന് അല്ലെ. അത് വ്യക്തിക്ക് സാധാരണ രീതിയിൽ പറ്റില്ല എന്നൊക്കെയുള്ളത് അവർക്കറിയാം. അപ്പൊ ഇത് അങ്ങനെ ആ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ വെന്റിലേറ്റർ മെഷീൻ. അപ്പൊ അതിന്റെ ഫസ്റ്റ് അതായത് ഡിസിഷൻ എടുക്കുക. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മാനദണ്ഡങ്ങൾ അല്ലെ, എന്തൊക്കെയാണ് രീതിയിലാണ് ഇതെല്ലാം പാലിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞാൽ ഈ വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ചിലപ്പോ സംസാരിക്കാൻ ഇനിയും വിസിറ്റേഴ്സ് വന്ന് സംസാരിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. ഒപ്പം തന്നെ എന്താണ് നമുക്കറിയാം അല്ലെ, കൃത്യമായിട്ട് വെന്റിലേറ്ററിലൊന്നും എപ്പോഴും ഓടിക്കല് വിസിറ്റേഴ്സിനൊന്നും അതിനൊക്കെ കൃത്യമായ ടൈമിംഗ് ഉണ്ട്, ആ പ്രോട്ടോകോൾ ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് അവരത് കൈകാര്യം ചെയ്യുള്ളൂ. അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഇപ്പൊ ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള എല്ലാ ഭക്ഷണം കൊടുക്കാൻ സാധിക്കില്ല. അവർക്ക് അറിയാം ഇന്ന ഭക്ഷണങ്ങളെ ആ വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ, അത് ഇന്ന രീതിയിലേ ഉപയോഗിക്കാൻ പേഷ്യന്റിന് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾ, ഇത്തരത്തിലുള്ള നിയമനിർദ്ദേശങ്ങളെല്ലാം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ നമ്മുടെ എന്താണ് വെന്റിലേറ്ററിന്റെ ചാപ്റ്ററും ഏതാണ്ട് നമുക്ക് തീർന്നു. അതായത് ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് വെന്റിലേറ്റർ. പ്രത്യേകിച്ച് നമ്മൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലൊക്കെ കയറി പോകേണ്ട വ്യക്തികളായതുകൊണ്ടും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുന്നത് കൊണ്ടും ഈ ചാപ്റ്റർ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്
സാധിക്കും. പ്രത്യേകിച്ച് വലിയ ബുക്കുകളൊന്നും ഇല്ലാത്തൊരു ചാപ്റ്റർ തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതേണ്ടതുണ്ട് അല്ലെ. അങ്ങനെ വെന്റിലേറ്ററിന്റെ ചാപ്റ്റർ ചെറുതായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലെ, നമുക്ക് സിമ്പിൾ ആണ്. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു മേഖലയാണ്. പിന്നെ കുറച്ച് ഇത് വന്നത് കുറച്ച് എന്താ പറയാ, ആദ്യത്തെ ഇതിലെ കുറച്ച് ഈ എന്താ പറയാ ഇത്തരത്തിലുള്ള രോഗാവസ്ഥയെ കുറിച്ചിട്ടാണ് ചില കുറച്ച് ഇതുകൾ വന്നുള്ളൂ. അതായത് വെന്റിലേറ്ററിന് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കുറച്ച് രോഗാവസ്ഥകളെ കുറിച്ച് മാത്രം മനസ്സിലാക്കാൻ മാത്രമേ ഈ ചാപ്റ്ററിൽ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അങ്ങനെ തന്നെയായിരിക്കും. അപ്പോ വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താം അല്ലെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ചെയ്യേണ്ടതുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ നമ്പുകളൊക്കെ അയക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താം. ഓക്കെ, ബുക്ക് എടുത്തോളൂ. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. നിങ്ങൾ തന്നെ ആൻസർ പറയുന്നതായിരിക്കും എനിക്ക് ഇത്തിരി കൂടി സ്വീകാര്യം. അതായത് പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാം ആൻസർ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. എഴുതിക്കോളൂ. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ വെന്റിലേറ്റർ? വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ വെന്റിലേറ്റർ? സാധാരണയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിലുമുള്ള എന്താണ് അല്ലെ എന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ വെന്റിലേറ്റർ? എന്താണ് പ്രൈമറി ഫംഗ്ഷൻ? വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ വെന്റിലേറ്റർ? മെസ്സേജ് അയക്കാലോ. ആൻസർ പറഞ്ഞോളൂ. മെസ്സേജ് അയക്കൂ. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ വെന്റിലേറ്റർ? എന്തായിരിക്കും വെന്റിലേറ്ററിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ? ആർക്കും കിട്ടുന്നില്ല. ഇനി ഞാൻ തന്നെ പറയാം. ടു അസിസ്റ്റ് ഓർ കൺട്രോൾ ബ്രീത്തിങ് അല്ലെ. വെന്റിലേറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട്? ഞാൻ വന്നിട്ട് ആക്കിയിട്ടില്ല, പക്ഷെ മെസ്സേജ് അയക്കാന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ വെന്റിലേറ്റർ? ഓക്കെ, ബ്രീത്തിങ്. ടു അസിസ്റ്റ് ഓർ കൺട്രോൾ ബ്രീത്തിങ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ്. അതിന്റെ പ്രധാനമായിട്ട് എന്താണ്? ടു അസിസ്റ്റ് ഓർ കൺട്രോൾ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിനെ എന്തെങ്കിലും ചെയ്യുന്നതിന് അല്ലെ, നമുക്ക് ആവശ്യമെന്ന് തോന്നുമ്പോൾ അത് തരികയും ആവശ്യമില്ല നമ്മൾ ഓക്കെയാണ്, പേഷ്യന്റ് ഓക്കെ ആണെങ്കിൽ അത് റിമൂവ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് എന്ത്? വെന്റിലേറ്റർ മെഷീൻ. റിപ്പീറ്റ്. ടു അസിസ്റ്റ് ഓർ കൺട്രോൾ ബ്രീത്തിങ്. ആൻസർ ആണ് ഞാൻ പറയുന്നത്. ടു അസിസ്റ്റ് ഓർ കൺട്രോൾ ബ്രീത്തിങ്. ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ വെന്റിലേറ്റർ? ആൻസർ ടു അസിസ്റ്റ് ഓർ കൺട്രോൾ ബ്രീത്തിങ്. Then second question. What is the purpose of the inspiratory എന്ന് വെച്ചാൽ എന്താണ്? ഉള്ളിലേക്ക് വലിച്ചിടുക അല്ലെ, നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക്. അതാണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഇൻസ്പിറേറ്ററി. ഇൻ ആൻഡ് ഔട്ട് എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ കേസ് ഇങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം തന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഇൻസ്പിറേറ്ററി? ഒരു ഹൈഫൺ എടുത്തിട്ട് ടു, വീണ്ടും ഒരു ഹൈഫൺ ഇടാം. എക്സ്പിറേറ്ററി. എക്സ്പിറേറ്ററിയുടെ സ്പെല്ലിംഗ് INSPIRATORY. എക്സ്പിറേറ്ററി ഹൈഫൺ ടു, വീണ്ടും ഹൈഫൺ. എക്സ്പിറേറ്ററി EXPIRATORY. റേഷ്യോ. റേഷ്യോ RATIO. ചോദ്യം കൂടി പറയാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ, അതായത് നമ്മള് മിക്ക ഇതിലും പറയാറുണ്ട് ഓക്സിജന്റെ അളവ്, പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എന്നൊക്കെ അത് ബാലൻസ് ചെയ്യണമെന്ന് നമ്മളെ വെന്റിലേറ്ററിന്റെ ആ പാഠത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അത് ആ റേഷ്യോ വെച്ച് ചോദ്യം വരികയാണെങ്കിൽ ഉള്ള ഒരു കൺസെപ്റ്റിൽ ഉള്ളതാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ
ഇൻസ്പിറേറ്ററി ഹൈഫൺ ടു വീണ്ടും ഹൈഫൺ എക്സ്പിറേറ്ററി റേഷ്യോ സാധാരണയായിട്ട് ശ്വാസം എടുക്കുന്നുണ്ടാവും മിക്കവാറും പേഷ്യൻസ്, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള അളവിലുള്ള ഓക്സിജൻ അദ്ദേഹം വലിച്ചെടുക്കുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു റേഷ്യോന്റെ പ്രോബ്ലം ആണ് പ്രധാനമായിട്ടും രോഗിക്ക് ഉണ്ടാകുക. സാധാരണ രീതിയിൽ അദ്ദേഹം എന്താണ് ഏത് പേഷ്യൻസ് വായു വലിച്ചെടുക്കുന്നുണ്ടാവും, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ഓക്സിജൻ വലിച്ചെടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അതാണ് ആ റേഷ്യോന്റെ, അതാണ് ആ ചോദ്യം കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഇൻസ്പിറേറ്ററി ടു എക്സ്പിറേറ്ററി റേഷ്യോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു ബാലൻസ് ബ്രീത്തിങ് പേസ്. ആൻസർ ടു ബാലൻസ് ബ്രീത്തിങ് പേസ്. റേഷ്യോ എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യുക അല്ലെ, ടു ബാലൻസ് ബ്രീത്തിങ് പേസ്. തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ കുറവായിരിക്കും, എങ്കിലും കേസ് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കാതിരിക്കേണ്ട. ഇൻ ആൻഡ് ഔട്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതേമാതിരി തന്നെ ഓക്സിജന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നത്. ആൻസർ ടു ബാലൻസ് ബ്രീത്തിങ് പേസ്. മേഖല, ബ്രീത്തിങ്ങിന്റെ ആ മേഖലയാണ് അത് ഉദ്ദേശിക്കുന്നത്, ആ റേഷ്യോ എന്നത് ഉദ്ദേശിക്കുന്നത്. ടു ബാലൻസ് ബ്രീത്തിങ് പേസ്, ഓക്സിജന്റെ കാർബൺ ഡൈ ഓക്സൈഡിനെയും ബാലൻസ് ചെയ്യുന്ന ആ മേഖലയാണ് ആ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ബാലൻസ് ബ്രീത്തിങ് പേസ്. കിട്ടിയില്ല? പേസ് എന്ന് പറഞ്ഞാൽ PHASE. ടു ബാലൻസ് ബ്രീത്തിങ് പേസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഇൻസ്പിറേറ്ററി ടു എക്സ്പിറേറ്ററി റേഷ്യോ? ആൻസർ ടു ബാലൻസ് ബ്രീത്തിങ് പേസസ്. അതെ, പേസ്, അതെ, PHASE പേസ്. Next question, what are the health conditions? What are the health conditions? What are the health conditions that may require ventilator? That may require ventilator. What are the health conditions that may require ventilator? നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തൊക്കെ കണ്ടീഷൻസ് ആണ്, എന്താണ് വെന്റിലേറ്റർ റിക്വയർ ചെയ്യുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണ് എന്തൊക്കെ. പക്ഷെ നമുക്ക് പഠിച്ചു വെക്കുന്നതാണെങ്കിലും ഇനി ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി പറയാം. വാട്ട് ആർ ദ ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് മേ റിക്വയർ എന്നുള്ളതിന്റെ റിക്വയർ വെന്റിലേറ്റർ. That may require ventilator. ഇപ്പൊ ക്വസ്റ്റ്യനില് നമുക്ക് ഇങ്ങനെ തന്നിട്ട് നമുക്ക് കുറച്ച് നമ്മൾ പഠിച്ച ഇതുകളൊക്കെയാണ് എങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ചില ഇതുകൾ ഷോർട്ട് ഫോമുകളൊക്കെ തന്നെങ്കിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട, അതായത് 4 ഒക്കെ ആകുമ്പോൾ 4 ഓപ്ഷൻസ് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ള ഒരു പ്രോബ്ലം വരും. അതുകൊണ്ട് ഓപ്ഷൻ ശ്രദ്ധിക്കുക. COPD, ഓപ്ഷൻ നമ്പർ A COPD. ഓപ്ഷൻ നമ്പർ A COPD. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. വാട്ട് ആർ ദ ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് മേ റിക്വയർ വെന്റിലേറ്റർ? വാട്ട് ആർ ദ ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് മേ റിക്വയർ വെന്റിലേറ്റർ? ഓക്കെ, ഞാൻ ആൻസറിലേക്ക് കിടക്കുമ്പോ ഓപ്ഷൻ നമ്പർ A COPD. Then option number B ARDS. Option number B ARDS. Then option number C loss of consciousness. Then option number D above all. Okay, D above all. നമുക്ക് മനസ്സിലായി. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാൻ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഷോർട്ട് ഫോം ആയിട്ടാണ് തന്നെങ്കിൽ ഇത് എന്ത് സംഭവമാണെന്ന് പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യില്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി COPD എന്ന് വെച്ചാൽ എന്താണ്
നമ്മുടെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ് ആണ്. അതേപോലെ തന്നെ ARDS എന്ന് പറഞ്ഞാൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ആണ്. അപ്പൊ ഇതെല്ലാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വെന്റിലേറ്ററിന് ആവശ്യകതയുള്ള എന്താണ് പ്രോബ്ലംസ് ഒക്കെയാണ് അല്ലെ, ആവശ്യകതയുള്ള രോഗങ്ങളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത്. നിങ്ങൾക്കറിയാം ഇതൊക്കെ ആയിരിക്കും വന്നേക്കണമെങ്കിൽ ചിലപ്പോ ഇങ്ങനെയുള്ള ഷോർട്ട് ഫോം വെച്ച് ഓപ്ഷൻസ് വന്നാൽ നിങ്ങളത് ശ്രദ്ധിക്കുക. എന്താണ് വാട്ട് ആർ ദ ഹെൽത്ത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വാട്ട് ആർ ദ ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് മേ റിക്വയർ എ വെന്റിലേറ്റർ? അതിന്റെ ആൻസർ ഓപ്ഷൻ കൊടുത്തേക്കാണ്. ഓപ്ഷൻ നമ്പർ A COPD, then B ARDS, then C loss of consciousness, then D above all. ഓക്കെ, അപ്പൊ ആൻസർ D ആണ്. ഓക്കെ അല്ലേ? then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വാട്ട് ആർ ദ മോണിറ്ററിംഗ് കണ്ടീഷൻസ് നീഡഡ് ഫോർ ദ ടൈം ഓഫ് വെന്റിലേറ്റർ? What are the monitoring conditions needed for the time of a ventilator? What are the monitoring conditions needed for the time of ventilator? Ventilator use. അങ്ങനെ വരാം വെന്റിലേറ്റർ. What are the monitoring conditions? ഓക്കെ, അപ്പൊ അതിലെന്താണ് ഓപ്ഷൻ നമ്പർ? ഓക്കെ, കണ്ടീഷൻസ്. അതെ, വാട്ട് ആർ ദ മോണിറ്ററിംഗ് കണ്ടീഷൻസ് നീഡഡ് ഫോർ ദ ടൈം ഓഫ് വെന്റിലേറ്റർ? വെന്റിലേഷൻ അപ്ലൈ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. വാട്ട് ആർ ദ മോണിറ്ററിംഗ് കണ്ടീഷൻസ് നീഡഡ് ഫോർ ദ ടൈം ഓഫ് വെന്റിലേറ്റർ? വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ നോക്കാം. What are the monitoring conditions needed for the time of ventilation? അപ്പൊ അതിന് ഓപ്ഷൻ നമ്പർ A blood pressure. ഓപ്ഷൻ നമ്പർ A blood pressure. ഓപ്ഷൻ നമ്പർ B heart rate. ഓപ്ഷൻ നമ്പർ B heart rate. Option number C oxygen saturation. B heart rate. Heart rate. Heart rate. Then option number C oxygen saturation. Oxygen saturation. SATURATION saturation. Oxygen saturation. Then D spelling of oxygen saturation ആണെങ്കിൽ SATURATION. Oxygen saturation. Then D പറയുന്നു എന്തായിരിക്കും? All of them അല്ലേ? all the above. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞത്? വാട്ട് ആർ ദ മോണിറ്ററിംഗ് കണ്ടീഷൻസ് നീഡഡ് ഫോർ ദ ടൈം ഓഫ് വെന്റിലേഷൻ? അതിലെന്താ പറഞ്ഞത്? ബ്ലഡ് പ്രഷർ പറഞ്ഞു, ഹാർട്ട് റേറ്റ് പറഞ്ഞു, ഓക്സിജൻ സാച്ചുറേഷൻ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് വൺ എന്താ പറയാനുണ്ട്? ഓൾ ഓഫ് ദി അബോവ്. ആൻസർ എന്തായിരിക്കും? ഓക്കെ, ബി. നമുക്കറിയാം വെന്റിലേഷന് ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ നമുക്ക് വെന്റിലേറ്ററിന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ്, ലെസൺസിലെ ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ഭാഗം മാത്രം, ഈ ഒരു ഇത് മാത്രമേ നമുക്ക് അത്ര ഇതായത് നിങ്ങളൊന്ന് പഠിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും കേൾക്കുമ്പോൾ തന്നെ ക്ലിയർ ആവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഇറിറ്റേഷൻ ഫീൽ ഫോർ ദ ഫിക്സിംഗ് ഓഫ് വെന്റിലേറ്റർ? നിങ്ങൾക്ക് എഴുതണോ? വേണമെങ്കിൽ എഴുതിക്കോളൂ. വാട്ട് ആർ ദ ഇറിറ്റേഷൻസ് ഫീൽ ഫോർ ദ ഫിക്സിംഗ് ഓഫ് വെന്റിലേറ്റർ?
What are the irritation field for the fixing of ventilator? ഇതായിരിക്കും വെന്റിലേറ്റർ ഫിക്സ് ചെയ്താല് എന്തൊക്കെ ഫീൽ ചെയ്യും? എന്താ പറയണ ഓപ്ഷൻ നമ്പർ എ cannot speak, cannot eat and cannot move. ഏത് വന്നാലും നമുക്ക് ഓപ്ഷനിൽ വന്നാലും നമുക്ക് എന്താ പറയണ എല്ലാം എബവാണ്. cannot speak അതേമാതിരി തന്നെ ഈറ്റും ഒക്കെ എല്ലാം ഇത് തന്നെയാണ്. വെന്റിലേറ്റർ മെഷീൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ ആണ്. എന്ത് ഭക്ഷണം കഴിക്കുന്നതിന്, സ്പീക്ക് ചെയ്യുന്നതിന്, മൂവ് ചെയ്യുന്നതിന്. അപ്പോ എന്താണ്? cannot speak, cannot eat, then cannot move. Options number A cannot speak, cannot eat. Option number B cannot eat. Then option number C cannot move. Option number D എന്തായിരിക്കും? All of the above അല്ലെ? എല്ലാവരും ഈ മൂന്നെണ്ണം ബുദ്ധിമുട്ടാണ് നമുക്ക് എന്താ വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിച്ചാൽ. ഓക്കെ, അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെന്ന് നോക്കിയിട്ട് എഴുതിയാൽ മതി. റിസ്ക് ഓഫ് ബീയിങ് ഓൺ വെന്റിലേറ്റേഴ്സ് ആർ. റിസ്കുകൾ അല്ലെ, നമ്മൾ നേരത്തെ കണ്ട റിസ്കുകളാണ്. അതും എന്താണ് ഓപ്ഷൻസ് വെച്ച് തന്നെയാണ് വന്നേക്കുന്നത്. എന്തൊക്കെ റിസ്കുകളാണ് നമുക്ക് അതും ഇത് തന്നെയാണ്. ഇതാണ് ഇൻഫെക്ഷൻ ഉണ്ടാവാം, ഇറിറ്റേഷൻ ഉണ്ടാവാം, പൾമണറി എഡിമ ഉണ്ടാവാം, ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവാം. ഇതൊക്കെ ഓൾ ഓഫ് ദി അബോവ് അല്ലേ? ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. പിന്നെ വേണമെങ്കിൽ എഴുതിയാൽ മതി. ഞാൻ പറയുന്നത് വെന്റിലേറ്ററിന്റെ ചാപ്റ്ററിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് ഞാൻ ജസ്റ്റ് അതിൽ തന്നെ നിങ്ങൾക്ക് തന്നെയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ പുഷിംഗ് ഓക്സിജൻ ഇൻ ടു ദ ലങ്സ് ഫ്രം വെന്റിലേഷൻ? ഇതിന്റെ ക്വസ്റ്റ്യൻ വേണോ? റിസ്ക് ഓഫ് ബീയിങ് വെന്റിലേറ്റഡ് ആർ, റിസ്ക് ഓഫ് ബീയിങ് വെന്റിലേറ്റഡ് ആർ, risk of being on ventilators are. Option number A infection, then option number B vocal cords issues, option number B vocal cords issues, then option number C pulmonary edema, option number C pulmonary edema. B ഒന്നുകൂടി പറയാമോ? vocal cords issues, vocal cords issues, VOCAL CORDS issues, ISSUES. First one infection. B പറയുന്നു vocal cords issues, VOCAL, cords CORDS issues, ISSUES, vocal cords issues. Then option number C pulmonary edema, PUL MONARY, pulmonary edema. edema എന്ന് പറയുമ്പോൾ EDEMA. then fourth option all of the above. ഓക്കെ, നമുക്കറിയാം ഇതൊക്കെ തന്നെ നമ്മൾ പഠിച്ച ഹെഡ്ലൈൻ ഹെഡിങ് അല്ലെ? ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ പുഷിംഗ് ഓക്സിജൻ ഇൻ ടു ദ ലങ്സ്? വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ pushing oxygen into the lungs from a ventilator? From a ventilator. What are the methods for pushing oxygen into the lungs from a ventilation? Ventilator. The methods for pushing oxygen into the lungs from a ventilator.
ഏതൊക്കെ മെത്തേഡ്സ് ആണോ പുഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഫിറ്റഡ് മാസ്ക് വഴി അല്ലെ, മാസ്ക് ഫിറ്റ് ചെയ്യുന്നത് അതുവഴിയാണ് പുഷ് ചെയ്യുന്നത്. ഫിറ്റഡ് മാസ്ക് ഓർ ബ്രീത്തിങ് ട്യൂബ്. ആൻസർ എന്താണ്? ഫിറ്റഡ് മാസ്ക് ഓർ ബ്രീത്തിങ് ട്യൂബ്. അല്ലെങ്കിൽ ബ്രീത്തിങ് ട്യൂബ് വഴി അല്ലെ. ബ്രീത്തിങ് ട്യൂബ് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. രോഗിയുടെ ആ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഡോക്ടേഴ്സ് അത് നിർദ്ദേശിക്കുക. അപ്പൊ അല്ലെങ്കിൽ എന്താണ്, വലിയ കുഴപ്പമില്ലാത്ത രോഗിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആ രോഗിക്ക് അനുസൃതമായിട്ടുള്ള മാസ്ക് ഉപയോഗിച്ചിട്ട് അതുവഴിയും വെന്റിലേറ്റർ യൂസ് ചെയ്യാം. അപ്പം ആൻസർ എന്താണ്? ഫിറ്റഡ് മാസ്ക് ഓർ ബ്രീത്തിങ് ട്യൂബ്. ബ്രീത്തിങ് ട്യൂബ്. പിന്നെ റോസ്റ്റർ കൂടെ എഴുതിക്കോളൂ. നോക്കിക്കോ. ഇൻ സർജറി പീരിയഡ്, സർജറി ടൈം surgery time, which periods surgery time, which periods a ventilator machine using. A ventilator machine using. Surgery period, in surgery times, which periods a ventilator machine using. എന്തൊക്കെ പീരീഡ് ആണ് നമ്മൾ പറഞ്ഞത് സർജറിയുടെ ടൈമില്? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഡ്യൂറിങ്, പിന്നെ ഒരു പീരീഡ് കൂടി പറഞ്ഞു. ഡ്യൂറിങ് സർജറി ആൻഡ് റിക്കവറി ഫ്രം സർജറി. അതൊന്ന് റിക്കവർ ചെയ്തല്ലേ, കുറച്ച് നാള് ചിലപ്പോൾ അതിന്റെ ഉപയോഗം വേണ്ടി വരും. ഡ്യൂറിങ് സർജറി ചെയ്യുമ്പോഴും ഇത് ആവശ്യമാണ്. ഒപ്പം തന്നെ റിക്കവറി ഫ്രം സർജറി. അതില്ലേ വെന്റിലേറ്ററിന്റെ പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള പാഠമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു പാഠം തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ സർജറി ടൈം, വിച്ച് പീരിയഡ്സ് വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യും? സർജറി ടൈമില് ഏതൊക്കെ പീരിയഡിലാണ് വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യുന്നത്? സർജറി ടൈം, വിച്ച് പീരിയഡ്സ് എ വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യും? ഓക്കെ, അതിന്റെ ആൻസർ എന്താണ്? ഡ്യൂറിങ് സർജറി ആൻഡ് റിക്കവറി ഫ്രം സർജറി. അപ്പൊ നമ്മള് അത്രയും എന്താ പറയുക നീക്കി പിടിച്ച അവസാനം നമുക്കൊരു 15 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്താ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് വെന്റിലേറ്റർ ചാപ്റ്റർ വലിയ കുഴപ്പമില്ലല്ലോ, ക്ലോസ് ചെയ്തോട്ടെ. സാധാരണ ഞാനൊന്ന് റിവൈസ് ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ക്ലോസ് ചെയ്യാറ്. പക്ഷെ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആണ്. പിന്നെ ഇപ്പൊ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഇട്ടപ്പോ തന്നെ നിങ്ങൾ ഒന്നുകൂടി അതിലേക്കൊക്കെ ഒന്നിച്ച് പോയിട്ടുണ്ടാവും അല്ലെ. നമുക്ക് ആ മേഖല അത്യാവശ്യം കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കയ്യിലുണ്ടോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ? ഓക്കെ,
അപ്പൊ അതിലെന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നമ്മളൊരു പുതിയ ചാപ്റ്റർ ആണ്. നമ്മളുടെ ഓപ്പറേഷൻ തിയേറ്ററും വെന്റിലേറ്ററും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നഴ്സുമാരുടെ അവിടെ നിയമിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ, നഴ്സുമാരെ ഒരു സ്ഥാപനത്തിലേക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇതാണ് ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത് നോക്കാം. Nursing is a profession that offers services which benefit the health and well-being of people. Nursing administration is a leadership position in a specific healthcare environment. The definition of administration refers to the collection of people who are in charge of making and applying laws and norms or those chapter number. ഇതിനകത്ത് ചാപ്റ്റർ നമ്പർ 2 ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ആരെങ്കിലും ഒന്ന് പറയാമോ? ഓക്കെ, 17 എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, 17 ഞാനും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. ഞങ്ങളിങ്ങനെ സെക്കൻഡ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ പേപ്പർ വൈസ് ഒക്കെ ആവുമ്പോ സെക്കൻഡ് സെക്ഷനിൽ രണ്ടാമത്തെ ചാപ്റ്റർ ആണുണ്ട്. ഓക്കെ, ചിലർക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ഇതനുസരിച്ചിട്ടാണെങ്കിൽ ചിലപ്പോഴെങ്കിൽ രണ്ടെന്ന് കാണിച്ചിട്ടുണ്ടാവും. ചിലർക്ക് നേരത്തെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക 17 എട്ടാമത്തെ ചാപ്റ്റർ ആണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു തുടങ്ങിയത്? നഴ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊഫഷൻ ആണ് അല്ലെ, അതൊരു തൊഴിലാണ്. നമുക്കറിയാം ഇപ്പൊ ധാരാളം ഒരു എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു തൊഴിലാണ്, കാരണം അതിന് കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു തൊഴിലാണ്. That offers services which benefit the health and well-being of people. എന്താണ് അത് പ്രധാന നഴ്സിംഗ് ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടത് പൊതുവെ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലെ, ആരോഗ്യത്തിനും അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു നല്ല ആരോഗ്യപ്രദമായ ജീവിത രീതി നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും അതിൽ ചെയ്യുന്നത്. നഴ്സിംഗ് നമുക്കറിയാം, സയൻസ് സബ്ജക്ട് ഇഷ്ടപ്പെടുന്നവരെ മാത്രം പോരാ, രോഗികളെ അവരെ സേവനം ചെയ്യാനുള്ള താല്പര്യം കൂടി ഉള്ളവരായിരിക്കും നഴ്സിംഗ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് നമ്മൾ പൊതുവെ അറിയും അല്ലെ. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവരുടെ തൊഴിൽ എന്ന് പറയുന്നത് എന്താ? സേവനമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള സേവനം, ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അതായത് ജനങ്ങളുടെ ആരോഗ്യത്തിന് കെയറിങ്, അതെ, സംരക്ഷണം, അവരൊക്കെ കെയർ ചെയ്യുക, സംരക്ഷിക്കുക, ശുശ്രൂഷിക്കുക എന്നൊക്കെയുള്ള ലേബലിലാണ് നഴ്സിംഗ് ഫീൽഡ് അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മേഖലയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയറൺമെന്റ്. അതായത് നമ്മളുടെ പ്രത്യേക ഹെൽത്ത് കെയറിനുണ്ട്, സ്പെസിഫിക് ആയിട്ട് ഹെൽത്ത് കെയറിന് മാത്രമല്ല ആ ഒരു വശം എടുത്തു കഴിഞ്ഞാൽ, അതായത് ആരോഗ്യ സംരക്ഷണം എന്നുള്ള ആ ഒരു മേഖല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ്. നമുക്കറിയാം, എവിടെയെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയാലും നഴ്സുമാരെയാണ് അവരെ കൂടുതൽ അല്ലെ, നമ്മൾക്ക് അവരെയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്, അവരാണ് ലീഡർഷിപ്പ് എടുക്കുന്നത്. അവരെ കോർഡിനേറ്റ് ചെയ്ത് ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് എന്ത് ചെയ്യണം, തന്നെ നെക്സ്റ്റ് ആ രോഗിയുടെ ആ ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നടപടികളൊക്കെ ചെയ്യുന്നത് എന്താണ്? ഈ ലീഡർഷിപ്പ് പൊസിഷനോടുകൂടി കൈകാര്യം ചെയ്ത വ്യക്തികളാണ് നഴ്സുമാർ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ആ ഭരണഘടനയുടെ ആ ഡെഫിനിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കളക്ഷൻ ഓഫ് പീപ്പിൾ who are in charge of making and applying law and norms, or those in a leadership position who come for an important task such as staffing process. അതായത് ഈ അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്കറിയാം എന്താണ്, രോഗികളെ ശുശ്രൂഷിക്കാനുള്ള ഏബിൾ ആയിട്ടുള്ള, നമുക്കറിയാം കുറെ ഏത് ജോലിക്കും താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ആ വ്യക്തിക്ക് കഴിവുണ്ട്, ഒപ്പം തന്നെ ആ വ്യക്തി ഏബിൾ ആണെന്നുള്ള വ്യക്തി ആണെന്നെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഡേ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ഈ സ്റ്റാഫിനെയൊക്കെ കൃത്യമായിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ, അവരെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ എന്താണ്, അതുമായി ബന്ധപ്പെട്ട അതിന് ലീഡർഷിപ്പിന്റെ കാര്യങ്ങളും എല്ലാം കൂടി നോക്കിയിട്ടൊക്കെയാണ് ഇവരെല്ലാം നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതലും നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ ഡെഫിനേഷനിൽ അത് തന്നെ പറയുന്നത് എന്താ പറയുന്നത്? കളക്ഷൻ ഓഫ് പീപ്പിൾ who are in charge of making and applying law and norms, or those in leadership position who come for important tasks such as staffing. അവരെ സ്റ്റാഫുകളായിട്ട് തെരഞ്ഞെടുക്കേണ്ടത് അല്ലെ, ആരൊക്കെയാണ് ഇതിന്
ഏബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ള ആ ഒരു കണ്ടീഷൻ. അതേപോലെ തന്നെ സ്റ്റാഫിംഗ് പ്രോസസ്സ് നമുക്കറിയാം, ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് 24 hours ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു മേഖലയാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സ് അതില് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ട്, ഡേ ഡ്യൂട്ടി ഉണ്ട്. അതേപോലെ തന്നെ അത് പോകുമ്പോഴും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അത് പോകാനും പിന്നെ ഇറങ്ങാനും അല്ലെ. നമ്മുടെ ഡ്യൂട്ടിയൊക്കെ മറ്റുള്ളവർക്ക് ഹാൻഡ് ഓവർ ഒക്കെ ചെയ്യുമ്പോൾ അതിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ലീഡർഷിപ്പ് നമുക്ക് ഏതൊരു പേഴ്സണും അതിൻ്റെതായ എബിലിറ്റി വേണം എന്നുള്ളതാണ് താഴെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഡെഫിനിഷനിലും പറയുന്നത്. ഇനി അതിൽ പറയുന്ന ഇമ്പോർട്ടന്റ് ടാസ്കുകൾ എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് പ്രോസസ് ആണ്. നോക്കാം സ്റ്റാഫിംഗ് എന്താണെന്ന്. സ്റ്റാഫിംഗ് മീൻസ് the continuous process of searching, choosing, analyzing and creating working relationship with the present or future employees. അതായത് നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങിയാണ്, ഇപ്പൊ ഇത്രയും വ്യക്തികളൊക്കെ ഇവിടെ സ്റ്റാഫായിട്ട് വേണ്ടി വരും, നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് നമ്മൾ മനസ്സിലാക്കി പരിഗണിക്കുകയാണ് ഇത്ര വ്യക്തികളെ ഇന്ന രീതിയിൽ ഇതിന്റെ ആവശ്യമുണ്ട്. ഇനി അവർക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി, ഈ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഡ്യൂട്ടിയിൽ, അല്ലെങ്കിൽ ഇൻ കേസ് ഇവരുടെ ലീവ് പെട്ടെന്ന് തന്നെ വ്യക്തി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ സ്റ്റാഫിംഗിൽ വരുന്നത്. എന്താണ് പറയുന്നത്, ഒരു പ്രോസസ്സാണ്, പ്രവർത്തനമാണ്. എന്ത് സെർച്ചിങ്, അന്വേഷണത്തിന്, ചൂസിങ്, നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ അനലൈസിങ്, വിശകലനം ചെയ്യാനായിട്ട്, അതിന് ക്രിയേറ്റിംഗ്, എന്തെങ്കിലും സൃഷ്ടിക്കാൻ വേണ്ടിട്ട് അല്ലെ. നമ്മള് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആ ഹോസ്പിറ്റലിൽ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ഓർ ഫ്യൂച്ചർ എംപ്ലോയീസ്, ആ വ്യക്തികളുടെ ഇടയിൽ അല്ലെ, പ്രസന്റ് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വീണ്ടും ഭാവിയിലും ആ എംപ്ലോയീസ്, എന്തോരം എംപ്ലോയീസുകൾ ഇവിടെ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാനും സെർച്ച് ചെയ്യാനും ചൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ത് സ്റ്റാഫിംഗ് എന്നതിൽ പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? മീൻസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ്. നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. നമുക്കറിയാം ആ സ്റ്റാഫുകൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ വീണ്ടും അവിടെ പോയി ജോലി ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും താല്പര്യമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താ കാരണം, അവിടുത്തെ ആ ഒരു അന്തരീക്ഷം നല്ലൊരു റിലേഷൻഷിപ്പ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. അപ്പൊ സ്റ്റാഫിംഗ് എന്നതിൽ ഇതെല്ലാം പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇനി സ്റ്റാഫിംഗ് പ്രോസസ്സ്, അതിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, staffing process involves a manpower planning to have the right person in the right position. That means the staffing process consists of identifying the type and amount of nursing care needed by the patient and selecting and appointing personnel from the obtainable applicants. അതായത് നമുക്ക് ഇന്ന പേഴ്സൺ, നമുക്കറിയാം ചില ഹോസ്പിറ്റൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പൊ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എബിലിറ്റി ഉള്ള, അതായത് അത്രയും നോളജ്, അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പഠിച്ചേക്കുന്ന, നമുക്കറിയാം ക്യാൻസർ സെന്ററുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫിസിയോതെറപ്പി മാത്രമുള്ള ഒരു സെന്റർ, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അവിടെ അതുമായി ബന്ധപ്പെട്ട് പഠിച്ച പേഴ്സൺസ്, ആ വ്യക്തികൾ, അവിടെ വരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളെയാണ് അവിടെ നിയമിക്കുള്ളൂ. അപ്പൊ ഈ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ പറയുന്നതാണ് ഇൻവോൾവ്സ് എ മാൻ പവർ പ്ലാനിങ്. മനുഷ്യന്റെ ആ ഒരു ആവശ്യം അല്ലെ, മനുഷ്യന്റെ മാൻ പവർ ആയിട്ടുള്ള ആവശ്യങ്ങൾ പ്ലാൻ ചെയ്ത് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം അല്ലെ. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലും നഴ്സുമാരുണ്ട് അല്ലെ. അപ്പൊ ഏത് മേഖലയ്ക്കാണോ ഈ നഴ്സുകളെല്ലാം, ഈ വ്യക്തികളെ ഹെൽത്ത് കെയർ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിച്ചിരിക്കുന്നത്, അവരെ കറക്റ്റ് പേഴ്സണിലേക്ക് നമ്മുടെ പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതാണ് പറയുന്നത് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. അവർക്ക് ആവശ്യമായിട്ട് കൃത്യമായിട്ടുള്ള പൊസിഷനിൽ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ദാറ്റ് മീൻസ് സ്റ്റാഫിംഗ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫൈയിങ് ദ ടൈപ്പ് and the amount of nursing care. ഏത് ടൈപ്പിലുള്ള ആവശ്യകതയാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ നീഡഡ് ബൈ ദ പേഷ്യന്റ്, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള നീഡ് കൊടുക്കാൻ പറ്റുന്നത്, അതായത് അവരുടെ ആവശ്യത്തിനുള്ള നമുക്കുള്ള പരിഗണന, അതായത് ശുശ്രൂഷ കൊടുക്കാൻ ഏബിൾ ആയിട്ടുള്ള വ്യക്തിയെ. ആൻഡ് സെലക്ടിങ് അപ്പോയിന്റ് പേഴ്സണൽ ഫ്രം ദ ഒബ്റ്റൈനബിൾ ആപ്ലിക്കൻസ്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ കിട്ടിയിട്ട് അപ്പൊ ആ വ്യക്തികളുടെ ഏതൊക്കെ രീതിയിലുള്ള പഠനമാണ് ഈ വ്യക്തികളുടെ, അത് ഏതുമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് ഈ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഈ നഴ്സ് ഏബിൾ ആണോ എങ്കിൽ ആ ഏബിൾ ആയിട്ടുള്ള വ്യക്തിനെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു രീതി, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. That means staffing process consists of identifying the type
and the amount of nursing care needed by the patient and selecting and appointing person from the obtainable applicants. പറ്റിയിരിക്കുന്ന ആപ്ലിക്കൻസിൽ നിന്നും അതിന് എനേബിൾ ആയിട്ടുള്ള പ്രോസസ്സ് ഏതുമായി ബന്ധപ്പെട്ടതാണോ ഇത്, അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ശ്രദ്ധിക്കുക, റൈറ്റ് പേഴ്സൺ എന്താ, റൈറ്റ് പൊസിഷൻ, ആ പൊസിഷനിലേക്ക് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് നന്നായിട്ട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഇന്ന മേഖലകളിൽ നമുക്കറിയാം, ഹോസ്പിറ്റലാകുമ്പോൾ വിവിധ മേഖലകളുണ്ട് അല്ലെ, കുറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ അവിടെയാണ് സ്റ്റാഫിന് ആവശ്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് സ്വീകരിക്കും. ദെൻ ആ ആപ്ലിക്കേഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്യും. പിന്നെ ആ വ്യക്തിക്ക് ആ ഏബിൾ ആണോ എന്നുള്ളതനുസരിച്ചിട്ടാണ് അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. എന്താണ് റൈറ്റ് പേഴ്സൺ എന്ന റൈറ്റ് പൊസിഷൻ. ദാറ്റ് മീൻസ് സ്റ്റാഫിംഗ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫൈങ് ദ ടൈപ്പ്. അത് തന്നെ ഐഡന്റിഫൈ ചെയ്യണം ഏത് ടൈപ്പിലുള്ളതാണ്. ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സ് കെയർ നീഡഡ് ബൈ ദ പേഷ്യന്റ്. ഈ പേഷ്യൻസിനൊക്കെ ആവശ്യമാണോ ഈ നഴ്സുമാര് അല്ലെ, ഈ വ്യക്തികൾക്കാണോ ഇവിടെ ജോലി കൊടുക്കേണ്ടത് എന്നുള്ളതെല്ലാം ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിംഗ് പേഴ്സൺ, അതിനുശേഷം സെലക്ട് ചെയ്യുക, പിന്നെ അപ്പോയിന്റ് ചെയ്യുക. എന്താണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകളുണ്ടോ? നമ്മൾ എന്താ പറയാ, നഴ്സിംഗിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഒരു സ്റ്റാർട്ടിങ് എടുത്തുള്ളൂ. കണ്ടിന്യൂ ചെയ്യാനായിട്ടുണ്ടെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും ഇതുവരെ നിങ്ങൾ ഓക്കെയാണോ? നഴ്സിംഗിന്റെ ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ നിങ്ങൾ ഓക്കെയാണോ? ആരും ഒന്നും പറയുന്നില്ല. പറയുന്നുണ്ട്, ഷോർട്ടാക്കി പറയാമോ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മള് നഴ്സിംഗ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് നഴ്സിംഗ് ആയിട്ടുള്ളത് നിങ്ങൾ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എന്താ, നമ്മുടെ കയ്യിലുള്ള ബയോഡാറ്റാസ് ഒക്കെ നമ്മൾ കൊടുക്കും. അപ്പൊ നമ്മളുടെ കഴിവുകളെല്ലാം നമ്മൾ അതിൽ വിവരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള വ്യക്തികളെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതാണ്. നഴ്സുമാരെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ നമ്മുടെ ഇതിലേക്ക് ശ്രദ്ധിക്കുക. നഴ്സിംഗ് എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ നമ്മളുടെ ഇതിലേക്ക് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഓക്കെയാണ് അത് ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഇന്ന സ്ഥലത്ത്. ചിലപ്പോ എന്താ പറയാ, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിലെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു വിംഗിലേക്കായിരിക്കും നമ്മളെ സെലക്ട് ചെയ്തത്. അപ്പൊ നമ്മൾ അതിന് ഏബിൾ ആണോ എന്ന് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ക്വാളിറ്റീസ് കണ്ടിട്ടാണ് അല്ലെ. നമുക്ക് പ്രൊഫഷണൽ എന്തൊക്കെ യോഗ്യതകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസുകളുണ്ട്. അപ്പൊ ഈ വ്യക്തിയെ ഇന്ന സ്ഥലത്ത് അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓക്കെ ആണോ, അത് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നത്. ഇത് തന്നെയാണ് എന്ത് ഈ നഴ്സിംഗ് ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം നഴ്സിംഗ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള എന്താ പറയുക BSc നഴ്സിംഗ് എന്നൊക്കെ മാത്രമല്ല, പലതരത്തിലുള്ള നഴ്സിംഗിന്റെ ആവശ്യകത അനുസരിച്ച് ഹെൽത്ത് സ്റ്റാഫുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അല്ലെ. സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പൊ ആ സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തികളെ ഈ ജോലി സ്ഥാപനത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ മേഖലകളിൽ അവർക്ക് അവസരങ്ങൾ ഉണ്ടാവോ, അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ്സിനകത്ത് നടക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് തന്നിരിക്കുന്ന അപേക്ഷ ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ തിരഞ്ഞെടുത്ത് കറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ നടക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ? യോ ശരിക്കും പറഞ്ഞിട്ട് അതെ. അതായത് നമ്മളിത് കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നഴ്സിംഗ് ആണെങ്കിലും നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എല്ലാവരും ഇപ്പൊ ഒരുപാട് നമ്മള് ആലോചിക്കുമ്പോൾ നഴ്സിംഗ് എന്നുള്ള ഫീൽഡ് എല്ലാവർക്കും കോമൺ അല്ലേ എന്നല്ല. സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ അവർ അതിൻ്റെതായ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെയാണ് കൂടുതലായിട്ടും അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നത്. അപ്പൊ അതെല്ലാം എന്താണ് ഈ സ്റ്റാഫിംഗ് പ്രോസസ്സിലാണ് നടത്തുക എന്നുള്ളതാണ് ഇതില് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് തുടങ്ങി വെച്ചേ ഉള്ളൂ. നഴ്സിംഗ് എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ കൂടി നഴ്സിംഗിന്റെ ആ ഒരു PDF കൂടി വായിച്ചൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഓക്കെ ആവും. ഇവയെ നമുക്ക് നിർത്താമല്ലേ? വലിയ പ്രശ്നമൊന്നും ഇല്ലാല്ലേ? നമുക്ക് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കുഴപ്പമില്ലാതെ തന്നെ പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.